ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗർ മേളയുടെ 12ാം ഘട്ടം ഇന്ന് 1,00,000 പേർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ കൈമാറും. തിരുവനന്തപുരത്തെ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. ശ്രീലങ്കയിലും മൊറീഷ്യസിലും UPI സേവനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ്, മൊറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവർ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ഖത്തറിൽ ശിക്ഷ വിധിക്കപ്പെട്ട ഇന്ത്യൻ നാവികരെ വിട്ടയച്ചു. ഖത്തറിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത് വിദേശകാര്യ മന്ത്രാലയം. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് കിരീടം. FIH ഹോക്കിയിൽ ഇന്ന് ഇന്ത്യൻ വനിതകൾ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. ആര്യസമാജ സ്ഥാപകൻ മഹർഷി ദയാനന്ദ് സരസ്വതിയുടെ 200ാം ജന്മവാർഷിക ആഘോഷത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മോർബി ജില്ലയിലെ തങ്കരയിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ശ്രീമതി മുർമു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആര്യസമാജ സ്ഥാപകരെ അഭിസംബോധന ചെയ്യും. ശേഷം സൂറത്തിലെ സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 20ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി 28 വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ സമ്മാനിക്കും. 1434 വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിക്കും. നാളെ വൽസദ് ജില്ലയിലെ ധരംപൂരിലുള്ള ശ്രീമദ് രാജ് ചന്ദ്ര ആശ്രമം രാഷ്ട്രപതി സന്ദർശിക്കും. ഗോത്ര സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രതിബദ്ധതയോടെയാണ് കഴിഞ്ഞ 10 വർഷവും കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഛാബ്യയിൽ ഗോത്ര മഹാകുംഭമേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്ര സമൂഹം വോട്ട് ബാങ്ക് അല്ലെന്നും രാജ്യത്തിന്റെ അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഛാബ്യയിൽ 7300 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗർ മേളയുടെ 12ാം ഘട്ടം ഇന്ന് 1,00,000 പേർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ കൈമാറും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔദ്യോഗിക സന്ദർശനത്തിനായി UAEയിലേക്ക് തിരിക്കും. അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി UAEയിൽ എത്തുന്നത്. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. UAE പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും അദ്ദേഹം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 ശേഷം ശ്രീ മോദിയുടെ 7ാമത്തെ UAE സന്ദർശനമാണിത്. കഴിഞ്ഞ 8 മാസത്തിനിടെ 3ാം തവണയാണ് പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് UAE. 2022-23 കാലയളവിൽ ഏകദേശം $85 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാകണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. മഹാരാഷ്ട്രയിലെ ഗോണ്ടിയയിൽ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യപരമായ ജീവിതശൈലി നിലനിർത്താനും രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകമായ ആയുർവേദ ജീവിതരീതി വളർത്തിയെടുക്കാനും അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 1500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ജലവിതരണം, ഭവന നിർമ്മാണം, നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ വികസന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സായുധ പോലീസ് സേനയിലെ കോൺസ്റ്റബിൾ നിയമനത്തിനുള്ള പരീക്ഷകൾ ഇനി മലയാളം ഉൾപ്പെടെ 13 പ്രാദേശിക ഭാഷകളിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമായിരുന്നു നേരത്തെ പരീക്ഷ. സേനയിൽ പ്രാദേശിക യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക ഭാഷകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഈ മാസം 20 മുതൽ മാർച്ച് 7 വരെ രാജ്യത്തെ 128 നഗരങ്ങളിലായി പരീക്ഷ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ലോക റേഡിയോ ദിനമായ നാളെ ആകാശവാണിക്കു വേണ്ടി നയി സോച്ച് നയി കഹാനി സ്മൃതി ഇറാനിയോടൊപ്പമുള്ള റേഡിയോ യാത്ര എന്ന പരിപാടിയുടെ അവസാന ഭാഗത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കും. 1 മണിക്കൂർ നീണ്ട ആശയവിനിമയം രാവിലെ 9 മണിക്ക് ആകാശവാണി ഗോൾഡിലും വൈകുന്നേരം 7 മണിക്ക് ആകാശവാണി റെയിൻബോയിലും പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ പരിപാടി ലഭ്യമാകും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി JDU അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ പാർട്ടി MLA-മാരുടെ യോഗം വിളിച്ചു. കൂറുമാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഭരണ പ്രതിപക്ഷ സഖ്യങ്ങളിലെ വിവിധ കക്ഷികളും MLA-മാരുടെ യോഗം നടത്തി. BJPയും JDയും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും അടങ്ങുന്ന NDA സഖ്യത്തിന് 128 MLA-മാരുടെ പിന്തുണയും RJD കോൺഗ്രസ് മഹാസഖ്യത്തിന് 114 MLA-മാരുടെ പിന്തുണയുമുണ്ട്. 243 ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷം നേടാൻ 122 വോട്ടുകൾ വേണം. കേരള നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. 4 മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കിയാകും സഭ പിരിയുകയെന്നാണ് സൂചന. കേരള സർക്കാരിന്റെ ഉന്നതി സ്കോളർഷിപ്പ് വഴി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 28 വിദ്യാർത്ഥികൾ കൂടി വിദേശ പഠനത്തിന് അർഹരായി. ഇവർക്കുള്ള വിസ പകർപ്പുകൾ ഇന്ന് നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. ഖത്തറിൽ തടവിലാക്കപ്പെട്ട 8 ഇന്ത്യൻ നാവികരെ വിട്ടയച്ചു. 8 പേരിൽ 7 പേരും ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കാനും നാട്ടിലേക്ക് തിരികെ അയക്കാനുമുള്ള ഖത്തർ അമീറിന്റെ തീരുമാനത്തെ മന്ത്രാലയം അഭിനന്ദിച്ചു. 2022 ഒക്ടോബർ മുതൽ ഇവർ ചാരവൃത്തി ആരോപിക്കപ്പെട്ട് ഖത്തറിൽ തടവിലായിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ ജയിൽ ശിക്ഷയായി കുറച്ചിരുന്നു. ശ്രീലങ്കയിലും മൊറീഷ്യസിലും UPI സേവനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജഗ്നൌത്ത് എന്നിവർ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. മൊറീഷ്യസിൽ റുപേ കാർഡ് സേവനങ്ങൾക്കും ഇതോടൊപ്പം തുടക്കമിടും. ശ്രീലങ്കയിലേക്കും മൊറീഷ്യസിലേക്കും യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്കും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ രാജ്യങ്ങളിലെ പൌരന്മാർക്കും പണമിടപാടുകൾ സുഗമമാക്കാൻ പദ്ധതി സഹായിക്കും. പാകിസ്ഥാനിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. റിപ്പോർട്ടുകൾ പ്രകാരം മറ്റ് പാർട്ടികളുമായി സർക്കാർ രൂപീകരണത്തിന് ആലോചനകൾ ആരംഭിക്കാൻ നവാസ് ഷെരീഫ് സഹോദരൻ ഷഹ്ബാസ് ഷെരീഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ലാഹോറിലും ഇസ്ലാമാബാദിലും പ്രധാന യോഗങ്ങൾ നടത്തും. അതേസമയം വോട്ട് തിരിമറി ആരോപിച്ച് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പ് നടന്ന 265 ദേശീയ അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇമ്രാൻഖാന്റെ പിന്തുണയുള്ളവർ ഉൾപ്പെടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആകെ 101 സീറ്റുകൾ നേടി. നവാസ് ഷെരീഫിന്റെ PMLN, ബിലാവൽ ഭൂട്ടോയുടെ PPP എന്നിവർ യഥാക്രമം 75, 54 സീറ്റുകൾ നേടി. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് കിരീടം. ദക്ഷിണാഫ്രിക്കയിലെ ബെനോനിയിൽ നടന്ന ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ 79 റൺസിനാണ് ഓസ്ട്രേലിയയുടെ വിജയം. 254 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 43.5 ഓവറിൽ 174 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. FIH വനിതാ ഹോക്കി പ്രോ ലീഗ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ഒഡീഷയിലെ റൂർക്കലയിൽ രാത്രി 7:30 മത്സരം. നേരത്തെ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ചൈന ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര എപ്പിലെപ്സി ദിനം. അപസ്മാര രോഗത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. രോഗപ്രതിരോധം, ചികിത്സ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അപസ്മാരത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ നാഴികക്കല്ലുകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എല്ലാ വർഷവും ഫെബ്രുവരി 2-ാമത്തെ തിങ്കളാഴ്ചയാണ് ദിനാചരണം നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗർ മേളയുടെ 12ാം ഘട്ടം ഇന്ന് 1 ലക്ഷം പേർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന പത്രങ്ങൾ കൈമാറും. തിരുവനന്തപുരത്തെ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. ശ്രീലങ്കയിലും മൊറീഷ്യസിലും UPI സേവനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ്, മൊറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവർ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ഖത്തറിൽ
ശിക്ഷ വിധിക്കപ്പെട്ട ഇന്ത്യൻ നാവികരെ വിട്ടയച്ചു. ഖത്തറിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത് വിദേശകാര്യ മന്ത്രാലയം. അണ്ടർ 19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് കിരീടം. FIH ഹോക്കിയിൽ ഇന്ന് ഇന്ത്യൻ വനിതകൾ ചൈനയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.